ശ്രീരാമകൃഷ്ണ വചനാമൃതം പാരായണം ചെയ്യുന്നതിനും മനനം ചെയ്യുന്നതിനുമായി കഴിഞ്ഞ ജനുവരി 1 കൽപ്പതരു ദിനത്തിൽ ആരംഭിച്ച വാട്സാപ്പ് സത്സംഗം ഇപ്പോൾ തുടർച്ചയായി 140 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. വചനാമൃതം 1-ാം പുസ്തകം 13-ാം ഭാഗം ഇപ്പോൾ വായന തുടരുകയാണ്. ഇതുവരെ വായിച്ച് പൂർത്തിയാക്കിയ 12 ഭാഗങ്ങൾ ഒരിക്കൽ കൂടി ഹൃദിസ്ഥമാക്കുന്നതിനു വേണ്ടി 12 ദിവസം ഓരോ ഭാഗങ്ങളായി മനനം ചെയ്യുകയാണ് ഇന്നു മുതൽ. തിരുവല്ല ശ്രീരാമകൃഷ്ണ ആശ്രമം അധ്യക്ഷൻ സ്വാമി നിർവണ്ണാനന്ദജി മഹാരാജ് ഓരോ ഭാഗങ്ങളിലുമുള്ള പ്രധാന പരാമർശങ്ങൾ പ്രത്യേകമെടുത്ത് അർത്ഥം വിവരിക്കുകയാണ് ഇവിടെ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഇത് ഏറെ സഹായകമാവും. കലിയുഗ ഗീത എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീരാമകൃഷ്ണ വചനാമൃതം ആധ്യാത്മിക തത്വങ്ങൾ പഠിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമാണ്. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യവുമായി ബന്ധപ്പെട്ട ഈ ചാനലിലെ എല്ലാ പോസ്റ്റിങ്ങും കാണാൻ സാധിക്കും. ഇന്നത്തെ വചനാമൃതം 1-ാം ഭാഗം മനനത്തിലേക്ക് സ്വാമി നിർവണ്ണാനന്ദജി മഹാരാജിനെ സ്വാഗതം ചെയ്യുന്നു. ഓം താപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ 1-ാം ഭാഗം, അതിൽ 12 അധ്യായങ്ങളോളം ഇപ്പോൾ വായിച്ച് തീർന്നു. അതിൽ 1-ാം ഭാഗത്തിൽ വരുന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1-ാം ഭാഗം അധ്യായം 1-ൽ ആരംഭത്തിൽ തന്നെയുള്ള ഒരു പരാമർശം ഇങ്ങനെയാണ്: ഒരു പ്രാവശ്യം ഹരിനാമമോ രാമനാമമോ കീർത്തിക്കുമ്പോൾ രോമാഞ്ചമോ അശ്രുപാതമോ ഉണ്ടാകുന്നു. എങ്കിൽ സന്ധ്യാദി കർമ്മങ്ങൾ പിന്നീട് ചെയ്യേണ്ടതില്ലെന്ന് നിശ്ചയമായി അറിഞ്ഞോളൂ. ഇതൊന്ന് വിശദീകരിക്കാമോ സ്വാമി? അതിൽ ആദ്യമായിട്ട് മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവനെ കാണുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, നമ്മൾ ഈശ്വര ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ അതിൻ്റെ 1-2 ലക്ഷണങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. ഒന്നാമത്, എപ്പോഴാണോ നമ്മൾക്ക് ഭഗവാന്റെ നാമഗുണ കീർത്തനങ്ങൾ ജപിക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകുന്നത്, അപ്പോൾ മനസ്സിലാക്കാം നാം ഈശ്വരനോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അതായത് ഈശ്വര സാക്ഷാത്കാരത്തിന് അധികം താമസമില്ല എന്ന് ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ്: നാമം ജപിക്കുമ്പോൾ രോമാഞ്ചമോ കണ്ണുനീരോ വരുന്നു എങ്കിൽ സന്ധ്യാദികൾ ചെയ്യേണ്ടതില്ല എന്ന്. താല്പര്യം ഇതാണ്, ഭഗവാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകുന്നു, അല്ലെങ്കിൽ കണ്ണുനീര് വരുന്നു. ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുമ്പോൾ ആ ഭഗവാന്റെ പ്രാർത്ഥനയിൽ മതിമറന്ന് നമ്മൾ സ്വയം മറന്ന് ഭഗവാന്റെ ചിന്തയിൽ നമ്മൾ ലയിച്ചു പോകുന്നു. അന്നേരം നമ്മൾക്ക് എന്തെന്നില്ലാത്ത രോമാഞ്ചം ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കാം അധികം കാലം വേണ്ടി വരികയില്ല ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ എന്ന്. അന്നേരം സന്ധ്യാദി വന്ദനങ്ങൾ സ്വയമേവ ആ കർമ്മം നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നു. മനസ്സുകൊണ്ട്
മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പക്ഷെ അത് സ്വാഭാവികമായിട്ട് എപ്പോഴാണോ അങ്ങനെ സംഭവിക്കുന്നത് അന്നേരം മനസ്സിലാക്കിയാൽ മതി ഈശ്വരൻ സാക്ഷാത്കാരത്തിന് അധികം താമസമില്ല എന്ന്. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേറെ ലക്ഷണമുണ്ട്. നമ്മൾ സന്ധ്യയ്ക്ക് ജപിക്കുന്ന ഗായത്രി ജപം, ഈ ഗായത്രിയിൽ സന്ധ്യാനാമങ്ങൾ സന്ധ്യ ലയിക്കുന്നു. ഈ ഗായത്രി ഓങ്കാരത്തിൽ ലയിക്കുന്നു. അതായത് നമ്മുടെ മനസ്സ് വാക്കും മനസ്സിൽ ലയിച്ചു പോകുന്നു. ആ മനസ്സ് ഓങ്കാരത്തിൽ ലയിക്കുന്നു. അതായത് ജീവാത്മ പരമാത്മ ഐക്യം. ഈ മൂന്നും എപ്പോഴാണോ ഓങ്കാരത്തിൽ ലയിക്കുന്നത് അല്ലെങ്കിൽ ഒന്നായിത്തീരുന്നത് ആ സമയത്ത് നമ്മളുടെ ആത്മാവും ജീവാത്മാവ് നമ്മുടെ ജീവാത്മാവ് പരമാത്മാവുമായി ലയിക്കുമ്പോൾ പിന്നെ അവിടെ വ്യത്യാസമില്ല. അവിടെ ഉള്ളത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു. അതായത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്. കല്യാണം കഴിഞ്ഞുവെന്നും കുട്ടികളുണ്ട് എന്നും പറഞ്ഞപ്പോഴും ഗുരുമഹാരാജ് ഹാ കഷ്ടം എന്നാണ് പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചത്? ശ്രീരാമകൃഷ്ണൻ്റെ അടുക്കൽ മാസ്റ്റർ മഹാശയൻ വന്നപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ആദ്യമായിട്ട് കണ്ടപ്പോൾ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: നീ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട് എന്ന് കേട്ടതും ശ്രീരാമകൃഷ്ണദേവന് ആശ്ചര്യത്തോടെ പറഞ്ഞു, ഓ വിവാഹം കഴിഞ്ഞോ? വീണ്ടും ചോദിക്കുന്നു, കുട്ടികൾ ഉണ്ടോ എന്ന്. ഉണ്ട് എന്ന് പറഞ്ഞതും വീണ്ടും അത്ഭുതത്തോടെ ശ്രീരാമകൃഷ്ണദേവൻ പ്രതികരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താല്പര്യം ഇതാണ്: ചെറുപ്രായത്തിൽ തന്നെ വിവാഹം അന്ന് നിലവിൽ ഉണ്ടെങ്കിലും ഒരു ഗൃഹസ്ഥൻ എന്ന നിലയ്ക്ക് നമ്മുടെ സംസ്കാരമനുസരിച്ച് 4 വിധത്തിലുള്ള ആശ്രമധർമ്മങ്ങൾ അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മചര്യകാലം എന്ന് പറയുന്നത് തന്നെ 30 വയസ്സ് വരെ ആണ് അതിൻ്റെ പരിധി. അതായത് ശാസ്ത്രങ്ങൾ പഠിക്കാനുള്ള പൂർണ്ണമായിരിക്കുന്ന ആ സമയം, ഇത്രയും വർഷം നമ്മൾ പരിശ്രമിച്ചെങ്കിലേ അത് പൂർത്തിയാവുകയുള്ളൂ. ആ കാലഘട്ടത്തെയാണ് ബ്രഹ്മചര്യം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പൂർത്തിയാകുന്നതിന് മുമ്പാണ് മാസ്റ്റർ മഹാശയൻ്റെ വിവാഹം നടന്നതും കുട്ടികൾ പിറക്കുന്നതുമൊക്കെ. അത് കേട്ടിട്ടായിരിക്കാം ഭഗവാൻ അങ്ങനെ പറഞ്ഞത്. നിന്റെ വീട്ടുകാരി എങ്ങനെ, വിദ്യാശക്തിയോ അവിദ്യാശക്തിയോ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ചോദിക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? ഭാര്യ
വിദ്യാശക്തിയാണോ അവിദ്യാശക്തിയാണോ എന്ന് മാസ്റ്റർക്ക് എന്താണ് പറയേണ്ടതെന്ന് നിശ്ചയമില്ല, എങ്കിലും പറഞ്ഞു പോയി. അവർ വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീയാണ് എന്ന്. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ അത് തിരുത്തി കൊടുക്കുകയാണ്. എന്താണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യ അല്ലെങ്കിൽ അവിദ്യ എന്ന് തിരുത്തി കൊടുക്കുകയുണ്ടായി. ഈശ്വരനെ അറിയുന്നവരാരാണോ അവരാണ് വിദ്യ ഉള്ള വ്യക്തി. അവിദ്യ എന്ന് പറഞ്ഞാൽ ഈ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈശ്വരനെ തിരസ്കരിച്ചുകൊണ്ടുള്ള ആ വിദ്യാഭ്യാസം, അതിനെയാണ് ഈശ്വരനെ മറന്നുകൊണ്ടുള്ള വിദ്യ അതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈശ്വരനെ അറിയാൻ സഹായിക്കുന്നത് ഏതും വിദ്യയും ഈശ്വരനെ മറക്കുന്ന വിദ്യ ഏതും അവിദ്യയും ആണ് എന്ന്. ശ്രീരാമകൃഷ്ണദേവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് സാകാരത്തിലോ അതോ നിരാകാരത്തിലോ വിശ്വാസം? മാസ്റ്ററോട് ഈ വിധത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നതിൻ്റെ പിന്നിൽ ഭഗവാൻ എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക? അന്ന് നിലവിൽ നിന്നിരുന്ന സമ്പ്രദായമനുസരിച്ച് സാകാരം നിരാകാരം ചിന്തകൾ ബ്രഹ്മസമാജക്കാരുടെ ഇടയിൽ വളരെ ശക്തമായിരുന്നു. അതായത് ബ്രഹ്മസമാജക്കാർക്ക് വിഗ്രഹാരാധന നിഷിദ്ധവും അതുപോലെ വിഗ്രഹ പൂജ മണ്ണായാലും കല്ലായാലും മരമായാലും അതിൽ ഈശ്വരനില്ല എന്നുള്ള വിശ്വാസവും അവർക്ക് ദൃഢമായി ഉണ്ടായിരുന്നു. മാത്രമല്ല അവർ ക്ഷേത്രത്തിൽ പോകുകയില്ല, ആരാധിക്കുകയില്ല, തീർത്ഥമോ പ്രസാദമോ എന്നുള്ള ചിന്തയും അവർക്കെല്ലാം നിശ്ചിതമായിരുന്നു. അങ്ങനെയാണ് വിവേകാനന്ദ സ്വാമിജി വരെ ശ്രീരാമകൃഷ്ണനെ കാണുന്നതിന് മുമ്പ് ധരിച്ചു വച്ചിട്ടുള്ളതും. അതുകൊണ്ട് എന്താണ് നിരാകാരം, എന്താണ് സാകാരം, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ശ്രീരാമകൃഷ്ണദേവൻ്റെ സമ്പർക്കത്തിലൂടെ ബ്രഹ്മസമാജക്കാരും വിവേകാനന്ദ സ്വാമിജികളും അവരുടെ തെറ്റ് തിരുത്തുകയുണ്ടായിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണൻ തന്നെ പറയുന്ന ഒരു ഉദാഹരണമാണ് സമുദ്രജല അതിൽ ചില മേഖലകളിൽ അതിശൈത്യം ഉള്ള മേഖലകളിൽ ആ ജലം മഞ്ഞുകട്ടയായിട്ട് ഭവിക്കുന്നു. ഈ മഞ്ഞുകട്ട ചിലപ്പോൾ ചൂട് തട്ടുമ്പോൾ അത് ഉരുകി ജലമായി മാറുകയും ചെയ്യും. ഇതുപോലെ നമ്മുടെ ഒരു ഭക്തൻ്റെ മനസ്സിൽ ഭക്തിയുടെ ആവേശം ഉണ്ടാകുമ്പോൾ ആ ഭക്തൻ്റെ മനസ്സിന് ഇണങ്ങുന്ന രൂപത്തിൽ
ഭഗവാൻ രൂപം സ്വീകരിച്ച് പ്രത്യക്ഷമാകുന്നു. അതുപോലെ ഈ സാകാരം രൂപത്തിൽ ഭക്തൻ മതിയാവോളം പൂജകൾ ചെയ്തും നാമം ജപിച്ചും കീർത്തനങ്ങൾ പാടിയും ആനന്ദക്കടലിൽ നീരാടുന്നു. പക്ഷേ ചിലപ്പോൾ ചില ഭക്തന്മാർ ജ്ഞാനത്തിൻ്റെ ഉന്നത അവസ്ഥയിൽ എത്തുമ്പോൾ ഈ ഭക്തി ഹിമം ലയിച്ച് എല്ലാം സാകാരവും നിരാകാരവും എല്ലാം ഒന്നാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതായത് ഈ രൂപവും അരൂപവും എല്ലാം ഒന്ന് തന്നെ എന്ന് ഉള്ള അർത്ഥത്തിൽ ഒന്നിച്ച് ലയിക്കുന്നു. സാകാരവും ആയാലും വേണ്ടില്ല, നിരാകാരം ആയാലും വേണ്ടില്ല. ഇതിന് എല്ലാറ്റിലും സർവ്വടത്തും സർവവ്യാപിയാണ് ഈശ്വരൻ എന്ന് അവസാനം സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ നിരാകാര സാധനയിലൂടെയും സാകാര സാധനയിലൂടെയും ഈശ്വരനെ കാണാൻ സാധിക്കും എന്ന് ഭഗവാൻ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. മാസ്റ്ററുടെ ഒരു സംശയം ഈശ്വരനിൽ എങ്ങനെ മനസ്സ് നിർത്തും എന്നാണ്. പിന്നെ ലോകത്തിൽ എങ്ങനെ വേണം ജീവിക്കാൻ, ഈശ്വരനെ കാണാൻ കഴിയുമോ എന്നുമൊക്കെ തുടർന്ന് ചോദിക്കുന്നുണ്ട്. ഭഗവാൻ അതിന് പറയുന്ന മറുപടിയുടെ ചുരുക്കത്തിൽ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നൊന്ന് പറയാമോ? ഈശ്വരനിൽ നമ്മൾ തർക്കിക്കുന്നത്, ഈശ്വരൻ്റെ പേരിൽ തർക്കിക്കുന്നത്, അല്ലെങ്കിൽ അറിവ് ഉണ്ടാവാനാണെന്ന് വിചാരിച്ച് തർക്കിക്കുന്നത്, അത് ഒരിക്കലും നല്ലതല്ല എന്ന് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഈശ്വര കാര്യങ്ങൾ തർക്കം കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ഈശ്വരൻ തർക്കത്തിനും ജ്ഞാനത്തിനും അപ്പുറമാണ്. അതായത് അത് സത്തോ അസത്തോ എന്ന് പറയാൻ പറ്റുകയില്ല. നിത്യമാണോ അനിത്യമാണോ എന്ന് പറയാൻ നിവൃത്തിയില്ല. എല്ലാമാണ്, അതിനപ്പുറവുമാണ്. അതുകൊണ്ട് ഈശ്വരൻ ഉണ്ട് ഒരു ഭക്തനെ സംബന്ധിച്ച്. ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ഈശ്വരൻ ഇല്ല. പക്ഷേ ഇത് രണ്ടിനും അതീതമാണ് ആ പരമ്പൊരുൾ, ആ പരമാത്മാവ്. അവിടെ എല്ലാം മൂകമാണ്, വായ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ കുറിച്ച് തർക്കം അരുത് എന്ന് മാസ്റ്ററെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. 4 തരം ജീവന്മാരെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് ഒന്ന് വിശദമാക്കാമോ? ഈ ലോകത്തിൽ എങ്ങനെ ആണ് ഒരു വ്യക്തി ജീവിക്കേണ്ടത്, ഒരു ഗൃഹസ്ഥൻ ജീവിക്കേണ്ടത് എന്നുള്ളത് ശ്രീരാമകൃഷ്ണദേവൻ വളരെ ലളിതമായ രീതിയിൽ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കുന്നു. മീനിനെ പോലെ
വേണം ജീവിക്കാൻ എന്ന്. പക്ഷേ മീന് ചളിയിലാണ് അതിൻ്റെ താമസമെങ്കിലും അതിൻ്റെ ദേഹത്ത് ഒട്ടും ചളി പറ്റിപ്പിടിക്കുന്നില്ല. ഇതുപോലെ നമ്മൾ ഈ സംസാരത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഭക്തി ഉൾക്കൊണ്ട് വേണം ജീവിക്കാൻ. ഭക്തി അതിന് വേറൊരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. ചക്ക മുറിക്കുമ്പോൾ കയ്യിൽ എണ്ണ പുരട്ടി മുറിച്ചാൽ ചക്കയുടെ ആ പച്ച കയ്യിലൊട്ടുകയില്ല എന്ന്. ഇതുപോലെ ഭക്തിയാവുന്ന തൈലം കയ്യിൽ പുരട്ടിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ഭക്തി വളർത്തിക്കൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചാൽ വളരെ സന്തോഷത്തോടെ നിത്യാനന്ദത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. അന്നേരം ഈ മായ നമ്മളെ സ്പർശിക്കുകയില്ല. മായയെ ഒഴിവാക്കാൻ അത് ഒന്നിന് മാത്രമേ സാധിക്കുകയുള്ളൂ: ഭക്തി, ശ്രദ്ധ, ജ്ഞാനം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പ്രയാസവുമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല ഈശ്വരനെ കാണാനും കഴിയും എന്ന് ഭഗവാൻ ഉറപ്പ് കൊടുക്കുന്നു. അപ്പം അതുപോലെ ഈ സാക്ഷാത്കാരത്തിന് ഈശ്വരനെ കാണാനുള്ള മാർഗം അന്വേഷിക്കുന്നവരിൽ 4 തരത്തിലുള്ള ഭക്തന്മാരെ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്: ബദ്ധൻ, മുമുക്ഷു, മുക്തൻ, നിത്യമുക്തൻ. നേരത്തെ പറഞ്ഞ പോലെ ബദ്ധജീവന്മാർ മത്സ്യങ്ങളെ പോലെയാണ്. ഒരു മുക്കുവൻ വല വീശി കഴിഞ്ഞാൽ അതിൽ എല്ലാതരം മത്സ്യങ്ങളും അതിലുണ്ടാവും. ചില മത്സ്യങ്ങൾ വലയിൽ കുടുങ്ങി എന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് പുറത്തു ചാടാൻ മെനക്കെടാതെ ആ മത്സ്യങ്ങൾ വലയും കടിച്ചു പിടിച്ച് ചളിയിലേക്ക് പുതഞ്ഞു പോകുന്നു. അവിടെ ഞങ്ങൾക്ക് സുഖമാണ് എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഒരു പരിശ്രമമില്ലാതെ കഴിഞ്ഞുകൂടുന്നു. വേറൊരു തരം മത്സ്യമുണ്ട്. അവ പരക്കം പാഞ്ഞ് വലയ്ക്ക് പുറത്ത് കിടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അനവധി മത്സരങ്ങൾ. എന്നാൽ അതിൽ ചില മത്സ്യങ്ങൾ 1-2 എണ്ണം അതിൽ നിന്ന് വലയ്ക്ക് പുറത്ത് ചാടിപ്പോകുന്നു. ഇവയാണ് മുമുക്ഷുക്കൾ. ഇതുപോലെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും എല്ലാം സഞ്ചരിച്ച് അവസാനം
അതിൽ നിന്നെല്ലാം വിട്ട് സ്വസ്ഥമായി ഏകാന്തമായി ഈശ്വര ധ്യാനത്തിൽ മുഴുകി ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു. അതിൽ ചിലർ മോക്ഷം പ്രാപിക്കുന്നു. വേറൊരു കൂട്ടർ ഇതിൽ നിന്ന് ഈ മീനുകളിൽ നിന്നെല്ലാം നേരത്തെ പറഞ്ഞ 2 തരം മീനുകളുടെ കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിൽ നിന്നും ചാടിപ്പോയ മത്സ്യങ്ങളെയാണ് മുക്തന്മാർ എന്ന് പറയുന്നത്. മുമുക്ഷു എന്ന് പറയുന്നതിൽ പരക്കം പാഞ്ഞ് നടന്ന ഗ്രൂപ്പ്. അവ എന്ത് പരിശ്രമം ചെയ്ത് മുക്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. അതിൽ നിന്ന് 1-2 ചാടിപ്പോകുന്നവരാണ് മുക്തന്മാരായിട്ടുള്ള ജീവന്മാർ, സാധകന്മാർ. വേറൊരു കൂട്ടർ, 4ാമത്തെ കൂട്ടർ, അവർ ഒരിക്കലും ഈ വലയിൽ പെടുകയില്ല. അവർ എന്നും സുരക്ഷിതരാണ്. അവർ അതുപോലെയുള്ള സാധകന്മാരുണ്ട്. നാരദൻ, സുഖദേവൻ തുടങ്ങിയവരൊക്കെ നിത്യമുക്തന്മാരാണ്. അവരൊരിക്കലും ഈ സംസാരത്തിൽ പെടുകയില്ല. ഇങ്ങനെ ഈ സംസാരത്തിൽ ജീവിക്കുന്ന 4 തരം ജീവന്മാരെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ വളരെ ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നു. 1-ാം ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സംഭാഷണത്തിന് ശേഷം മാസ്റ്റർ നമസ്കരിച്ചു വിടവാങ്ങി പുറത്തെ പടിവാതിൽ വരെ ചെന്നപ്പോൾ എന്തോ ഒന്ന് ഓർത്തു. അങ്ങനെ തന്നെ മടങ്ങി വീണ്ടും നടനശാലയിൽ ശ്രീരാമകൃഷ്ണൻ്റെ അടുത്തെത്തി. ഗുരുദേവൻ ആ മങ്ങിയ വെളിച്ചത്തിൽ ഏകാഗിയായി ഉലാത്തുകയായിരുന്നു. ഏകാഗി, നിസ്സംഗൻ, വനാന്തരത്തിൽ മൃഗരാജൻ ഏകനായി സ്വേച്ഛാനുസാരം വിഹരിക്കുന്ന പോലെ ആത്മാരാമൻ സിംഹം ഏകനായി വസിക്കുന്നു, തനിച്ച് സഞ്ചരിക്കുന്നു, സുഖം കൊള്ളുന്നു, അനപേക്ഷൻ. വിസ്മയസ്തബ്ധനായി മാസ്റ്റർ വീണ്ടും ആ മഹാപുരുഷനെ നോക്കിക്കണ്ടു.